അപകീർത്തികരമായ വിവരണം നൽകിയെന്നാരോപിച്ച് വിക്കിപീഡിയക്കെതിരായി 2 കോടിയുടെ മാനനഷ്ട കേസ് നൽകി വാർത്താ ഏജൻസിയായ ANI. നിലവിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പ്രചാരണ ഉപകരണമായി പ്രവർത്തിക്കുകയും വ്യാജ വാർത്തകൾ നൽകിയതിനും സംഭവങ്ങൾ തെറ്റായി റിപ്പോർട്ട് ചെയ്തതിനും വാർത്താ ഏജൻസി നിരവധി തവണ വിമർശിക്കപ്പെട്ടു എന്നായിരുന്നു ANIയെക്കുറിച്ച് വിക്കിപീഡിയ വിവരണം നൽകിയത്. ഇതിനെതിരെയാണ് ഡൽഹി ഹൈക്കോടതിയിൽ ANI മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡ് മാനനഷ്ട കേസ് ഫയൽ ചെയ്തത്. വിക്കിപീഡിയയിലെ വിവരണത്തിലെ ഉള്ളടക്കം അപകീർത്തികരമാണെന്ന് ANIക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ സിദ്ദത്ത് കുമാർ കോടതിയെ അറിയിച്ചു. വിക്കിപീഡിയയിലെ വിവരണം ANIക്ക് എഡിറ്റ് ചെയ്യാനാകുന്നില്ലെന്നും പേജ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെന്നുമാണ് അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. വാർത്താ ഏജൻസിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കാനും അതിൻ്റെ ഗുണഭോക്താക്കളെ അപകീർത്തിപ്പെടുത്താനുമുള്ള ദുരുദ്ദേശത്തോടെ വ്യാജവും അപകീർത്തികരവുമായ ഉള്ളടക്കമാണ് പ്രസിദ്ധീകരിച്ചതെന്നും ANIയുടെ പരാതിയിൽ പറയുന്നുണ്ട്. വിക്കിപീഡിയക്ക് അഭിപ്രായങ്ങൾ പറയാൻ അർഹതയുണ്ടെന്നും കോടതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുമെന്നും ജസ്റ്റിസ് ചൗള പറഞ്ഞു. പുതിയ മാനേജ്മെന്റിന് കീഴിൽ 500-ലധികം ജീവനക്കാരാണ് ANIയിൽ പ്രവർത്തിക്കുന്നതെന്നും പരമാവധി തീരുമാനം ലഭിക്കുന്നതിനാലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും ആരോപണമുയർന്നിട്ടുണ്ടെന്നും വിക്കിപീഡിയയുടെ വിവരണത്തിലുണ്ട്. ANIയിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം ഇല്ലെന്നും തങ്ങളുടെ മുൻ ജീവനക്കാരോട് മോശമായി പെരുമാറിയെന്നും ഒന്നിലധികം ജീവനക്കാർ ആരോപിച്ചതായും പറയപ്പെടുന്നുണ്ട്. 2023 ജൂലൈ 20-ന് 2023 മണിപ്പൂർ ആക്രമണത്തിനിടെ 2 കുക്കി സ്ത്രീകളെ ലൈംഗികമായി ആക്രമിക്കുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്ത സംഭവത്തിൽ ANI മുസ്ലിങ്ങളെയാണ് കുറ്റപ്പെടുത്തിയതെന്നും വിക്കിപീഡിയയിൽ പറയുന്നുണ്ട്. ഇതെല്ലാം ANIയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്നതായും വാർത്താ ഏജൻസി നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. വിക്കിപീഡിയയിൽ നൽകിയ ഉള്ളടക്കങ്ങൾ പിൻവലിക്കണമെന്നും നഷ്ടപരിഹാരമായി 2 കോടി നൽകണമെന്നും ANI ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേസ് വാദം കേൾക്കുന്നതിനായി ഓഗസ്റ്റ് 20-ലേക്ക് മാറ്റിയിട്ടുണ്ട്.